നമ്മ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഫോട്ടോ വെച്ച്, പിന്നെ ഇവിടെയും വെച്ച് കിടക്കണം. ഇവിടെ ഒരു ഫാം ഉണ്ടാക്കി. പിന്നെ ഇന്നത്തെ പരിപാടി കഴിയാമോ. പിന്നെ ഇവിടെ ഒരു ഫാം ഉണ്ടാക്കി. ഇതാണോ ഇപ്പം നോട്ടെ അതായിരുന്നു. അങ്ങനെയല്ല തന്നെ ആവണം, ഇത്രയും മുഴുവൻ അങ്ങനെ ആവണം എന്നല്ല. പിന്നെ നമ്മ ഇന്ന് ഫാം ഉണ്ടാക്കണ വീഡിയോ ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ട് എനിറ്റിട്ട് വരച്ചേട്ടാ. നമ്മ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സംവിധാനങ്ങൾ വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 1 സെക്കൻഡ്. ഓക്കെ. അപ്പോൾ അടുത്തത് ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇതൊക്കെ കൈ പിടിക്കുക, ജസ്റ്റ് ഒന്ന് കൈ പിടിക്കാം. ഞാനൊന്ന് കൈ പിടിക്കട്ടെ കേട്ടോ. കൈ പിടിച്ച് ജസ്റ്റ് പിന്നെ എടുക്കാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ പരിപാടി, ഒരു ബക്കറ്റ് വേണം മേലോട്ട് കയറാനും ഇറങ്ങാനും. ഇതായിരിക്കണം, അല്ലെങ്കിൽ പാടാവും. ഇതേ വാട്ടർ ഉണ്ട്. ഇവിടെയൊക്കെ ഇതൊക്കെ റെഡി ആയിക്കട്ടോ. അങ്ങാട് പോകണം. അവിടെയാണ് നമ്മൾ ഫാം ഉണ്ടാക്കാന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലം. അങ്ങോട്ട് പോയാൽ മതി. എത്തിക്കാനായിട്ടൊന്നും കാണിക്കുക, അപ്ഡേറ്റ് ചെയ്യാം. ഞാനിങ്ങനെ കുഴിച്ചിട്ടുണ്ട് 5 ബ്ലോക്ക്. 1 2 1 2 3 4 5 5 ബ്ലോക്ക്. താഴത്തോട്ട് 8 ആണെങ്കിലും പക്ഷേ മൊത്തം ഇതേപ്പോൾ കാണിച്ചാൽ കേട്ടാ. 8 കൂട്ടി. ഇത് കൂട്ടണമെങ്കിൽ 9 മേളിത്താട്ടോ 8. പക്ഷെ അത് 9 ആവണം, നല്ല റെഡിയാവും. മേളിത്തെ കൂട്ടണമെങ്കിൽ 9 അങ്ങനെയാണ് വേണ്ടത്. മേളിത്തെ കൂട്ടണമെങ്കിൽ 9. ഇതൊന്ന് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കയ്യിലുള്ള ബെഡില്ലേ, ബെഡ് എടുക്കുക. ബെഡ് എടുക്കട്ടെ കേട്ടോ. ബെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കണമെങ്കിലും മുന്നിൽ പാടാവല്ല. ഇതിൻ്റെ മേലിൽ വെക്കാൻ പാടാവട്ടെ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് കാണിച്ചുതരാം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് പൊട്ടിച്ചളഞ്ഞാൽ മതി കേട്ടാ. പൊട്ടിച്ചളയുമ്പോൾ ഇതുപോലെ ആയിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് താഴത്തും ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ താഴത്തും ഒന്ന് വെച്ച് കൊടുക്കണം. അതും കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക കേട്ടാ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും വെച്ച് കൊടുക്കണം കേട്ടോ. ഈ സൈഡും വെച്ച് കൊടുക്കല്ലേ, ഇപ്പുറത്തെ സൈഡും വെച്ച് കൊടുക്കണം കേട്ടാ. മനസ്സിലായില്ലേ? ഈ സൈഡും എങ്ങനെ വെച്ച്, അതുപോലെ തന്നെ ഈ സൈഡും ഒന്ന് വെച്ച് കൊടുക്കണം. അത് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പുറത്തെ സൈഡും മനസ്സിലായില്ലേ? ഈ സൈഡും അടച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ഇങ്ങനെയായിട്ട് കിട്ടും കണ്ട, ഇങ്ങനെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഈ ബ്ലോക്കിൻ്റെ മുകളിൽ. പിന്നെ ഇതിൻ്റെ മുകളിലും ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടാ.
ഇതിൻ്റെ മേളിലും ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മേളിലും ഞാൻ വെക്കണോട്ട് തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ ഇത്രയും വെക്കാം. ഇതിൻ്റെ മേളിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇത്രയും വെച്ചാൽ ഇവിടെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ വേറെ സാധനം വരാനുള്ള, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യുന്നോട്ട് തന്നെ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇവിടെ ഇതിങ്ങനെ തൂണ് പോലെ ഇങ്ങനെ വെക്കണം. കണ്ട തൂണ് പോലെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കുക. ഇവിടെ ഇത് വെക്കണം കേട്ടോ, വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ 4 എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് ഇതുപോലെ ആയിട്ട് കിട്ടും. കണ്ട ഇതുപോലെ ആയിട്ട് കിട്ടും. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ 2 വില്ലേജസിനെ കൊണ്ടുവരണം കേട്ടാ. അതിനേക്കാളും മുന്നേ ഞാൻ മേലോട്ടൊന്ന് കയറട്ടെ. അയ്യോ ഒന്ന് കണ്ട ഇതുപോലെ ആയിട്ട് കിട്ടും. വെള്ളം പൊക്കോളും, അത് കുഴപ്പമില്ല. കണ്ട ഇതുപോലെ ആയിട്ട് കിട്ടും. ഇനി ഞാൻ 2 വില്ലേജസിനെ കൊണ്ടുപോകട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. 3 വില്ലേജസിനെ കൊണ്ടുപോകാം. എന്നിട്ട് ആ പെട്ടിനകത്ത് ഇട്ടിട്ട് ഈ ഇതില്ലേ ബ്രെഡ് വെച്ചിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കണം അവന്മാരെ. ഇപ്പോൾ കുറച്ച് ബേബി വില്ലേജസായി. ഞാൻ 2 പ്രാവശ്യം കൊടുക്കാനാവും. അത്ര തന്നെ കൂടുതലാവും. ഇപ്പോൾ ഒരെണ്ണം കൊടുത്ത് ഒരു ചാക്ക് കൊടുത്ത്, പിന്നെ ഇപ്പോൾ 3 ചാക്ക് കൊടുക്കാനാണ് പ്ലാൻ. ഓക്കെ ഏട്ടാ, വരി ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇവിടെ പൂച്ച സ്പോണാവും. എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് ആകൊണ്ടല്ല അത് നടക്കണം കേട്ടാ. അത് വേഗം അടക്കണം. സ്ലാവ എന്നിലൊക്കെ വെച്ച് അടക്കണം. ഞാൻ പോയി ഒന്ന് അടച്ചിട്ട് വരാം. മാർക്ക് 80 ഇപ്പോൾ ഇത്രയും കൂടെ ഒക്കെ പോയി. ആലേശം മറ്റേ കുറഞ്ഞോ. സ്ലാവ് എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ചാൽ മതി. അയ്യോ ഞാൻ റിപ്പീറ്റ് അടക്കാൻ എന്തേ. ഞാനൊന്ന് മേലോട്ട് നടക്കട്ടെ. ചെക്കന്മാരെ ബ്രീഡ് ചെയ്യിപ്പിക്കണില്ലല്ലോ. എന്നാലും എൻ്റെ മുകളിൽ സ്ലാബ് വെക്കണോ ഇത് വെക്കണോ? സ്ലാബ് വെക്കുന്നതാണോ കുറച്ചും കൂടെ അല്ലേ? സ്ലാബ് തന്നെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്ലാബ് വെക്കട്ടെ കേട്ടോ. അത് കഴിച്ചു ഇത്രയും വെച്ചപ്പോഴേക്കും എൻ്റെ അയങ്കോളം സ്പോണായിട്ടുണ്ട്. ഇവിടെ അയങ്കോളം സ്പോണായി, പൂച്ച സ്പോണായി, അങ്ങനെയൊക്കെ സ്പോണായിട്ടുണ്ട്. അതിനേക്കാളും മുമ്പേ നമുക്ക് എവിടെയാണ് വേണ്ടത് ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെയും വെച്ച് കൊടുക്കുക. ഇവിടെയും തോന്നണം. എന്നിട്ട് ഇത് വെച്ച് കൊടുക്കുക. കറക്റ്റാണ്. എന്നിട്ട് ഒരു ഓപ്പർ ഉണ്ടായി. ഓപ്പർ മിസ്സിങ് ആയല്ല. ഓപ്പർ അടിയിൽ പോയി എടുക്കണം. അവിടെ ഓപ്പർ കിട്ടിയാണ്. ഓക്കെ ഓപ്പർ കിട്ടി. ജസ്റ്റ് പില്ലർ ചെയ്ത് മേലോട്ട് പോവാം.
കേട്ടോ. ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഇപ്പോൾ രണ്ടെണ്ണം സ്പോണായി കേട്ടോ. രണ്ടെണ്ണം സ്പോണായി. അപ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി മുട്ടയാണ്. അതൊന്നോളൂ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ വെച്ച് ഇങ്ങനെ അമർത്തണം. അപ്പം ഇങ്ങനെ ആയിട്ട് കിട്ടും. എന്നിട്ട് ആ പൂച്ചോളാനാണ് അത്. അയ്യോടാ മാറിപ്പോയി. അയ്യങ്കോളം ഉള്ളത് ഇവിടെ അല്ലേ. വായത്തിന് പോയില്ല. ഇമാരി ഇപ്പോഴേ ചാവല്ലേ. ഇപ്പം ചാവല്ലേ ഇമാരി. കണ്ട, ഞാനിതിൻ്റെ പുറത്തോട്ട് വന്നു. എന്നിട്ട് ഒരു ഭാഗമുണ്ട്, ഇത് ഈ ഭാഗം. അതിനെ ഇവിടെ താഴത്തോട്ടൊന്ന് കുടിക്കണം. എന്നിട്ട് ഇങ്ങാട് ഇവിടെ നിന്നുള്ള ഓസ് ഉണ്ട്. അയ്യോടാ, കണക്റ്റിങ് ഇങ്ങാട് ഒന്നും കൂടി മേലോട്ട് വേണം കേട്ടോ. അല്ലേ, ഈ എൻ്റെ കയ്യിൽ ഒരു ബക്കറ്റ് വെള്ളമുണ്ട്. ഇവിടെ ഈ മൂല ഉണ്ടാ, ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കറക്റ്റായിട്ട് ഒഴിക്കണം കേട്ടോ. ഒഴിച്ച് ഓക്കെ. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ലാവ ഉണ്ട്. അതിൻ്റെ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കണം. പൂച്ചകൾ ചത്തട്ടാ. കുമാരി റെഡിയായി. ഇതുപോലെ ചാവണ്ടേണം. പക്ഷേ ഞാനവിടെ ചെറിയ മണ്ടത്തരം കാണിച്ചാണ് ചത്തില്ല. അതെൻ്റെ മണ്ടത്തരം. ആ ഫാമൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ ആ ഫാമിനകത്ത് ചെയ്യാനുള്ള ടിപ്പ് എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിക്ക് ആവശ്യമുണ്ട്. നമുക്ക് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഈ സാധനം ഉണ്ടാക്കണം. മേലോട്ടും താഴത്തോട്ടും പോകാൻ വേണ്ടി. പിന്നെ അങ്ങനെ പരിപാടിയൊന്നുമില്ല. പിന്നെ പരിപാടി ഇതേ ഞാൻ പറയാൻ മറന്നുപോയി. ഇത് തുറക്കാൻ വേണ്ടി തുറയൂല, വെക്കണം ക്ലാസ്. അപ്പോൾ തുറയും. പിന്നെ രണ്ടാമത്തെ ഇത് ഇവിടെ വന്നോളൂ കുറച്ച് കഴിയുമ്പോൾ. അതിനകത്ത് ആകെ വന്നേക്കണത് ഇത്ര അയങ്കോളമാണ്. ഇത് രണ്ടൊഴിച്ച് പൂച്ചട ഇത്ര അയങ്കോളം വന്നിട്ടുണ്ട്. അമ്മാരി എന്തോ വന്നോളും ബാക്കിയുള്ളവർ. പിന്നെ ഇവിടെ 4 വശവും ഇങ്ങനെ വെക്കണം കേട്ടോ. നാല് വശം ഇങ്ങോട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു കിട്ടുമ്പോൾ ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ സേഫായി. പിന്നെ ഇതിവിടെ 6 ബ്ലോക്ക് ഉണ്ടാവും. 1 2 3 4 5 6. ഇതുപോലെ 4 വശം 6 ബ്ലോക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഫാം വർക്കിംഗ് ആണ്. ഇപ്പം എന്തോ കുറച്ചായിട്ട് വരാത്തുള്ളൂ. വർക്കിംഗ് ആണ്.
വർക്കിംഗ് ആണ് IM-FAM ഒക്കെ ഉണ്ടാ. അപ്പോൾ IM-FAM നന്നായിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഉണ്ടല്ലേ കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്.